ഭരിത വാർത്താ ദിവസമാണ്. കോതമംഗലത്ത് വീണ്ടും നാടകീയ നീക്കവുമായി പോലീസ്. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. പൊതുമുതൽ നശിപ്പിച്ചതിന് മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്ക് ലഭിച്ച പുതിയ പരാതിയിലാണ് അറസ്റ്റെന്നാണ് പോലീസിന്റെ വിശദീകരണം. മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസും കോടതി മുറിക്കുള്ളിൽ കയറി. കോടതി വളപ്പിൽ വൻ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, അത്യന്തം നാടകീയമായ നീക്കങ്ങളാണ്. ഏത് രീതിയിൽ അതിനെ പ്രതിപക്ഷം കാണുന്നു? ഇതുമെന്നാണ് ഒരു കേസിൽ കസ്റ്റഡി അപേക്ഷ നിരസിക്കപ്പെടുന്നു, ഉടൻ തന്നെ അടുത്ത കേസുമായി എത്തുകയാണ് പോലീസ്. അങ്ങനെയല്ലേ ശ്രീകാന്ത്? പോലീസിന്റെ ഭാഗത്തുനിന്നും പകപോക്കൽ നടപടി എന്ന പോലെയാണ് ഈ കാര്യങ്ങളെ കാണാൻ സാധിച്ചത്. കാരണം ഇന്ന് രണ്ട് കേസുകളിൽ മുഹമ്മദ് ഷിയാസും മാത്യു കുഴൽനാടനും ജാമ്യം കോടതി മറ്റ് കുറ്റങ്ങൾ, ആരോപണങ്ങളെല്ലാം തന്നെ കോടതി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ആ ഉത്തരവിന്റെ പകർപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോതമംഗലത്ത് വീണ്ടും നാടകീയ നീക്കം പോലീസ് നടത്തുകയാണ്. ശ്രീകാന്ത്, എന്തോ ഒരു ഓഡിയോ പ്രശ്നമുണ്ട്, അല്പസമയം പരിഹരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു, കസ്റ്റഡി അപേക്ഷ നിരസിച്ച് ജാമ്യം അനുവദിച്ചിരുന്നു. നേരത്തെ ഇടക്കാല ജാമ്യം നൽകിയതാണ് കോതമംഗലത്തെ സംഘർഷങ്ങളും ബന്ധപ്പെട്ട് മൃതദേഹത്തോട് അനാദരവ് കാട്ടി എന്നൊക്കെയുള്ള കേസുകളിൽ. എന്താണ് അവിടെ സംഘർഷം അതിരുവിട്ടെന്ന് ശരിയാണ്, പക്ഷേ അത് കസ്റ്റഡിയിൽ വെക്കാനുള്ള മതിയായ കാരണമാവുന്നില്ല എന്ന് കോടതി നിരീക്ഷിച്ചുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചത്. അങ്ങനെ ജാമ്യം അനുവദിച്ചത് തൊട്ടു പിന്നാലെയാണ് പോലീസ് വീണ്ടും മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കോടതിയിലെത്തിയത്. വീണ്ടും കോടതിയിലേക്ക് തിരിച്ചു കയറി മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസും. പുതിയ കേസിൽ ആരോ കൊടുത്ത പൊതുമുതൽ നശിപ്പിച്ചത് പുതിയ കേസ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ശ്രീകാന്ത്, ഇപ്പോഴും അവിടെ പോലീസ് സന്നാഹം നിൽക്കുകയാണോ? കുഴൽനാടനും ഷിയാസും എവിടെയാണ്? ഇവർക്ക് ഈ രണ്ട് കേസുകളിൽ ജാമ്യം നൽകി. ആ ജാമ്യം കിട്ടി പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് കസ്റ്റഡിയിലെടുക്കാൻ ഒരുങ്ങുന്നത്. പൊതുമുതൽ നശിപ്പിക്കുകയും പോലീസ് വാഹനത്തിന്റെ താക്കോൽ മോഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേസ്. PDPP ആക്ടാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രശ്നമാണ്, ഓഡിയോ പ്രശ്നമാണ്. പരിഹരിക്കാൻ കഴിയുന്നത് അവിടെ വലിയ തിരക്കിലൊക്കെ നിൽക്കുകയാണ് ശ്രീകാന്ത്, അതുകൊണ്ടാവണം.